ഇത് നമുക്ക് മിക്കവരുടെയും ഫേവറേറ്റായ പപ്സിൻ്റെ ഒരു റെസിപ്പി കാണാം. ഇതിലേക്കായിട്ട് ഞാൻ സവാളയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ബോയിൽഡ് എഗ്ഗ്, ആവശ്യത്തിന് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കെച്ചപ്പ്, ആവശ്യത്തിന് ഓയിൽ, പഫ് പേസ്ട്രി. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സവാളയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മസാലപ്പൊടി, അത് ഗരം മസാലയോ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് നന്നായി റെഡിയായി കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിനി കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് പപ്സിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പപ്സ് ഉണ്ടാക്കാം. ഇതിലേക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പഫ് പേസ്ട്രി ഷീറ്റായിട്ട് കിട്ടുന്നതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒറ്റ ഷീറ്റായിട്ടാണ് കിട്ടുന്നത്. അത് ഞാനിവിടെ 6 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഗ്രേവി കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഗ്രേവി എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് പപ്സിന് നല്ലൊരു ഗോൾഡൻ കളറും കിട്ടാൻ സഹായിക്കും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ 195 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് പപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.